നമസ്കാരം. ജനേകം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ, സാമ്പത്തിക മേഖലയിലെ നിലവിലെ വിഷയങ്ങളെക്കുറിച്ചും ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ സാരഥി CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ ജനേകം ഓൺലൈൻ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുകയാണ്. സ്വാഗതം, ജനേകം ഓൺലൈനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കുന്ന സന്ദർഭമാണിത്. ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ അപ്രസക്തമാക്കാനും സർക്കാരിനെതിരെ ആരോപണങ്ങളുടെ ഒരു പുകമറ ഉയർത്തി ഗവൺമെൻറ്റിനെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുമുള്ള സംഘടിതമായ പരിശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും അവരുമായി സന്ധി ചെയ്ത് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയും സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി കാർഷിക മേഖലയെ തിരിച്ചു വിടാനുള്ള പരിശ്രമം നടത്തുമ്പോൾ കേരളത്തിലെ കൃഷിക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ അധികാരത്തിൽ ഉള്ളത്. ആ ഗവൺമെൻറ് ദേശീയ തലത്തിൽ തന്നെ ഇന്ന് ഭരണാധികാരികളുടെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് എങ്ങനെയും ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ BJPയും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കാനും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതിന് പിന്തുണ വർദ്ധിപ്പിക്കാനുമുള്ള പരിശ്രമത്തിലാണ് CPI. നിലവിലെ ഈ രാഷ്ട്രീയ പുതിയ സാഹചര്യങ്ങൾ അത് വിശദമായി ഒരു പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയതിനു ശേഷമായിരിക്കും തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും പൊതുവെയുള്ള ഒരു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചതല്ലാതെ പൊതുവെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇന്ന് രാവിലെ കൂടെ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങളെ എങ്ങനെയാണ്? കേരളത്തിലിപ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലമായി UDFൻ്റെ ഭാഗമായിരുന്ന ഒരു പാർട്ടി, ഒരു ജനാധിപത്യ പാർട്ടി ആ UDF വിടാൻ തീരുമാനിച്ചു. ഏതാനും മാസക്കാലമായി അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ UDFൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ അതിലേതെങ്കിലും ഒരു കക്ഷിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത LDFനില്ല എന്ന് തുറന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ UDF 39 വർഷക്കാലത്തെ UDF ബന്ധം വേർപെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി എന്ന നിലപാടിലേക്ക് ആ കക്ഷി എത്തി. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ആലോചനകളും ചർച്ചകളും നടക്കുന്ന സന്ദർഭത്തിൽ LDF തീരുമാനിച്ചത് അവരുടെ രാഷ്ട്രീയ നിലപാട് പറയട്ടെ, അത് വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഉചിതമായ നടപടി നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ അവർ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭാവി പരിപാടികളെ സംബന്ധിച്ച് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിരന്തരമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കക്ഷികൾ ഉന്നയിക്കുന്നത് സർക്കാരിനെതിരെ ഉയരുന്ന നിരവധി ആരോപണങ്ങൾ ഉണ്ട്. അത് ഏതെങ്കിലും ജനസ്വാധീനത്തിൽ മാറ്റമുണ്ടാക്കും, ഇപ്പോഴുള്ള ഇടതുപക്ഷ സ്വാധീനത്തിന് മാറ്റമുണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ
കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ പരിശ്രമമാണ് എന്ന് കാണാൻ കഴിയും. കേരളത്തെ വിമാനത്താവളങ്ങളിലെല്ലാം കൂടി സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തിന് അതിന് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഉത്തരവാദി എങ്കിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ കൂടി സ്വർണ്ണക്കടത്ത് നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം കർണാടകത്തിലെ ഗവൺമെൻറ്റിനാണല്ലോ. ഇവിടെ എല്ലാം ഇത് നടക്കുന്നുണ്ട്. ഇത് എന്താണ് ഇതിൻ്റെ കാരണം? അതിൻ്റെ കാരണം കേന്ദ്ര ഏജൻസികൾ ഇത്തരം കാര്യങ്ങളിൽ അവർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നിലവിലുള്ള കസ്റ്റംസ് നിയമം തന്നെ സ്വർണം കള്ളക്കടത്ത് നടത്തി പ്രതിയെ പിടിച്ചാൽ ഫൈനടച്ച് അയാൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യമാണ് ഉള്ളത്. എന്നാൽ ആ സന്ദർഭത്തിലാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം വന്നു എന്ന വിഷയം ഇവിടെ ഉണ്ടായത്. ആ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അതിനാവശ്യമായ അന്വേഷണം വേണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണത്തിന് എല്ലാ സഹായവും ചെയ്യുകയാണ് ചെയ്തത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിക്ക്, സ്പെഷ്യൽ സെക്രട്ടറിക്ക് അതിൽ കള്ളക്കടത്തിന് നടത്തുന്നതിന് ചുമതല വഹിച്ച ഒരു വനിതയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കി, IT സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. സിവിൽ സർവീസിൻ്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ്. എങ്ങനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെൻറ്റും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് 90 ദിവസം കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ എന്തെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ കേസ് ആദ്യമായിട്ടാണ് ഒരു സ്വർണം കള്ളക്കടത്ത് കേസ് NIA ഏറ്റെടുക്കുന്നത്. NIA ഏറ്റെടുത്തിട്ട് എന്തായി? UAPA ചുമത്തിയിട്ട് എന്തായി? ഇന്നലെ ആ കേസിലെ 10 പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുത്തു. കോടതി നിശ്ചിതമായി അന്വേഷണ ഏജൻസികളെ വിമർശിക്കുകയും UAPAയുടെ തെളിവെന്ത് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ അത് ആരയച്ചു, ആര് സ്വീകരിച്ചു, ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ആരോപണത്തിൻ്റെ പുകമറ ഉയർത്തുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിന് പരമാവധി പ്രചാരം നൽകുകയും സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കാം എന്ന് പ്രതിപക്ഷം കരുതുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് കേരളത്തിലെ സാഹചര്യം. പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രനുമായിട്ട് നിങ്ങൾക്ക് തത്സമയം സംവദിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് ജനീകം ഓൺലൈൻ ഒരുക്കി തന്നിരിക്കുന്നത്. നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ശ്രീ കാനം രാജേന്ദ്രനുമായി സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ കമന്റായി ഇതിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള മറുപടി അദ്ദേഹം നൽകാൻ ശ്രമിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ദേശീയ ഏജൻസികളെ അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമാക്കി പ്രവർത്തിക്കുന്നെന്ന് പരക്കെ ഒരു ആക്ഷേപം വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ശ്രീ ഏജൻസികൾ രാഷ്ട്രീയ വൈര്യ നിര്യാതന ബുദ്ധിയോടെ കേന്ദ്ര ഗവൺമെൻറ്റിന് പെരുമാറാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായി അതിനെ അവരുപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം കർണാടകത്തിലെ കോൺഗ്രസ് പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹവുമായി ബന്ധമുള്ള ആളുകളുടെയും എല്ലാം റെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ കേസ് BJPയുമായി ബന്ധമുള്ള ആളുകളാണ് എങ്കിൽ കേസ് വെറുതെ വിടുകയാണ്, അല്ലെങ്കിൽ കേസ് അന്വേഷണം മരവിപ്പിക്കുകയാണ്. ഉദാഹരണം, ബാംഗ്ലൂരിൽ തന്നെ യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ കേസുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള കേസ് ഇപ്പോൾ പ്രൊസീഡ് ചെയ്യുന്നില്ല. നിരവധി കേസുകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ കുറ്റക്കാർ BJPയിലേക്ക് അവരുടെ രാഷ്ട്രീയ വിധേയത്വം മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാജസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ
ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പരിശ്രമങ്ങളെ രാജസ്ഥാനിലെ ഗവൺമെൻറ് ഒറ്റക്കെട്ടായി എതിർക്കുകയുണ്ടായി. അതേ കാര്യം തന്നെയാണ് ജാർഖണ്ഡിൽ ഉണ്ടായത്, ഛത്തീസ്ഗഡിൽ ഉണ്ടായത്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരന്തം അനുഭവിച്ചിട്ടുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ്സാണ് കേരളത്തിൽ ഈ കേന്ദ്ര ഏജൻസികൾക്ക് അവർക്ക് വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇടതുപക്ഷ വിരോധം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഈ നിരവധി പ്രേക്ഷകർ നമ്മൾ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നിരവധി പ്രേക്ഷകർ ഈ കാനം രാജേന്ദ്രനുമായി സംവദിക്കാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുകയാണ്. ഒരു സിയാൽ പുതുക്കാട് ചോദിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അത് CPI ആഘോഷിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ ആഘോഷിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ്? CPIയുടെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. CPIയുടെ സ്ഥാപക സമ്മേളനം 1925 നടന്നത്. കോൺപൂർ സമ്മേളനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച സമ്മേളനമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 100 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു. അതിലൊന്നാണ് താഷ്കണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പ്. അത് CPIയുടെ സ്ഥാപക സമ്മേളനമായി അംഗീകരിച്ചിട്ടില്ല. പാർട്ടി ചരിത്രം അംഗീകരിച്ചിട്ടുള്ള സ്ഥാപക സമ്മേളനം 1925 കാൺപൂരിൽ നടന്ന സമ്മേളനമാണ്. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നതാണ്. സെയ്ഫ് സൈനുലാബുദ്ദീൻ ചോദിച്ചിരിക്കുന്നു, ജോസ് കെ മാണിയോട് നേരത്തെയുള്ള നിലപാടിൽ മാറ്റം വരുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ജോസ് കെ മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള നിലപാടിൽ മാറ്റം വരുത്തി. അവർ UDFന്റെ ഭാഗമായിരുന്നു 39 വർഷക്കാലം. അവർ UDFന്റെ ഭാഗമായിരുന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും അവർ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഇന്ത്യയിലെ കാർഷിക പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് കൃഷിക്കാർക്ക് അനുകൂലമായി ചെയ്യുന്ന നടപടികളെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ പാർട്ടി അതിനെ വളരെ പോസിറ്റീവായി കാണുകയുണ്ടായി. ഒന്ന്, ഹൈറേഞ്ചിലെ സാധാരണ കൃഷിക്കാർക്ക് 1177 മുമ്പുള്ള കൃഷിക്കാർക്ക് ഉപാധിരഹിത പട്ടയം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് 2 ലക്ഷത്തിലധികം കൃഷിക്കാർക്ക് ഉപാധിരഹിത പട്ടയം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള നിരവധി കാർഷിക മേഖലയിലും മറ്റും ഉള്ള നടപടികൾ കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് LDF ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്ന് ശ്രീ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ നയപ്രഖ്യാപനത്തിൽ പരസ്യമായി പറഞ്ഞപ്പോൾ LDFന് അനുകൂലമായി ഒരു പാർട്ടി നിലപാട് സ്വീകരിച്ചപ്പോൾ ആ പാർട്ടിയോടുള്ള ഞങ്ങളുടെ നിലപാടിലും മാറ്റമുണ്ടായി. പൊതുവെ സമ്മിശ്രമായ പ്രതികരണമാണ് ശരിക്കും പറഞ്ഞ ഈ കമന്റുകളിൽ നിന്ന് വരുന്നത്. അനുകൂലമാകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി ഇടതുപക്ഷത്തേക്ക് വരുന്നത് പ്രതികൂലമായി ബാധിക്കാം എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങൾ ഇതിനകത്ത് കമന്റുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരം ആ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും? ഇല്ല. ഒരു തീരുമാനത്ത് സ്വാഭാവികമായും ജനങ്ങൾ അതിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് വരാം. അത് മനുഷ്യ ജീവിതത്തിൽ സാധാരണയാണ്. ഒരു അനുകൂലമായ നിലപാട് തന്നെ എല്ലാവരും സ്വീകരിച്ചുകൊള്ളാം എന്നില്ല. എന്നാൽ മൊത്തത്തിൽ ഈ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഉതകുമോ എന്നതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപകാരപ്രദമാകും എന്ന് തോന്നിയതുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. മറ്റൊരു ചോദ്യം പ്രസക്തമായ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതായത് ലിജു ഗോപി ചോദിച്ചിരിക്കുന്നത് ഇതാണ്: ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ സ്ഥിരമായി ചാനലുകൾ, നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തമസ്കരിച്ച് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വിവാദ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. പ്രതിപക്ഷത്തിന്റെ ആയാലും ശരി, വിവാദ വിഷയങ്ങൾ അത്തരം മാധ്യമ പ്രവർത്തനത്തെ പറ്റി അല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം?
ഇല്ല, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളെയും വളരെ പോസിറ്റീവായി വിലയിരുത്തുന്നതിന് കമ്പോളമില്ല എന്നുള്ളൊരു ചിന്തയാണ് എല്ലാത്തിൻ്റെയും നിഷേധവശങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ മാധ്യമ സംസ്കാരം വളർന്നു വരുന്നത്. ഈ കേരളത്തിൻ്റെ വികസനത്തിന് ഈ കഴിഞ്ഞ ഏതാനും ദിവസക്കാലങ്ങളിൽ ഈ ഗവൺമെൻറ് മുൻകൈ എടുത്ത് തന്നെ നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ വികസന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ എവിടെയെങ്കിലും വിവാദമുണ്ട് എങ്കിൽ അതാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്നുള്ള ഒരു രീതി മാധ്യമങ്ങൾക്ക് വന്നാൽ അത് വായനക്കാരോ അല്ലെങ്കിൽ ശ്രോതാക്കളോ അവരുടെ നിലപാടിൽ കൂടി ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചാലേ അതിന് മാറ്റം. അല്ലാതെ മറ്റൊരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനും ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ടയുണ്ടോ എന്നൊരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് കണിശമായിട്ടും നമ്മുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇന്ത്യയിലെ മറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അതല്ല. എല്ലാ ഗവൺമെൻറ്റുകളും ഒന്നാണ് എന്ന് ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. മറ്റൊരു പ്രസക്തമായ ഒരു ചോദ്യം വന്നിരിക്കുന്ന ഇതാണ്: ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കർഷക ബില്ലുകൾക്കെതിരെയുള്ള സമരം ഇപ്പോൾ നിന്നിരിക്കുന്നതായ ഒരു പ്രതീതി പൊതുവെ ഉണ്ട് എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. അത് എന്താണ് അത്തരത്തിലൊരു സംശയം വരാനുള്ള സാഹചര്യം? ഇല്ല, അങ്ങനെയുള്ള ഒന്ന് ഈ കോവിഡ് പ്രോട്ടോക്കോൾ കാരണം പഴയതുപോലെ സമരങ്ങളൊന്നും നടക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണല്ലോ പഞ്ചാബും അതുപോലെ തന്നെ ഹരിയാനയുമെല്ലാം. അപ്പോൾ അവിടുത്തെ കർഷക സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ഈ നിയമത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. BJPയെ അനുകൂലിക്കുന്ന ശിരോമണി അകാലിദൾ ഉൾപ്പെടെ ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ച് അവർ പോവുകയും കർഷക പ്രക്ഷോഭത്തോടൊപ്പം അവർ നിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ ഏതാണ്ട് 100-ലധികം വരുന്ന സംഘടനകളെ ഒരുമിപ്പിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ സമരം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഒരു ജിതിൻ വെളുത്തേടത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം തികച്ചും രാഷ്ട്രീയമായ ചോദ്യമാണ്: KM മാണിക്കെതിരെ നടത്തിയ സമരം വസ്തുതാവിരുദ്ധമായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ LDF കൺവീനറുടെ പ്രസ്താവന സമരത്തിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരെ വിഡ്ഢികളാക്കുന്ന പ്രസ്താവന അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. അത് എങ്ങനെയാണ്? അതെന്താണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സമരം നടത്തുന്നത് ആ സമരത്തിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷമാണ് ആ സമരം നടത്തിയത്. UDFിലിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെ നടത്തിയ സമരങ്ങളെല്ലാം ഇപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി ഇങ്ങോട്ട് മാറിയതുകൊണ്ട് അത് തെറ്റായിരുന്നു എന്ന് തള്ളിപ്പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു സഹീദ് സലീം ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്: അലനും താഹയ്ക്കുമെതിരെയുള്ള നിലപാടിൽ കുറച്ചുകൂടി ശക്തമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അലനും താഹയുടെയും കാര്യത്തിൽ മാത്രമല്ല, എല്ലാ UAPA കേസുകളുടെ കാര്യത്തിലും CPI എടുക്കുന്ന നിലപാട് ഒന്ന് തന്നെയാണ്. മാവോയിസ്റ്റ് കേസുകളിൽ CPI എടുക്കുന്ന നിലപാട് ദേശീയ തലത്തിൽ തന്നെ CPM-ഉം അതുപോലെ തന്നെ CPIM ലിബറേഷനും എല്ലാം ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ ഈ മാവോയിസ്റ്റ് കേസ് വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നാണ് അവർക്ക് ജാമ്യം ലഭിക്കുക വഴി കോടതിയിലും ഒക്കെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. കൂടുതലും ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്ന ചോദ്യങ്ങള് ജോസ് കെ മാണി, KM മാണി, കേരള കോൺഗ്രസ് അവരെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ചിലത് മാത്രം, ഇതിൽ എല്ലാ ചോദ്യങ്ങളും ഒരു പക്ഷേ നമുക്ക് ചോദിക്കാൻ കഴിയില്ല. കാരണം ആൾറെഡി ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികളും അദ്ദേഹം നമുക്ക് തന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്: PM നിക്സൺ ചോദിച്ചിരിക്കുന്നത് 3 പതിറ്റാണ്ടിലധികം കാലം, ഏതാണ്ട് 39 വർഷത്തോളം വലതുപക്ഷത്തുണ്ടായിരുന്ന ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് LDFിൽ വരാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും
പ്രവൃത്തികളും ഇടതുപക്ഷ സ്വഭാവം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും പ്രവൃത്തികൾക്കും ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ഈ 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടിയാണ് ശ്രീ മാണി നയിക്കുന്ന കേരള കോൺഗ്രസും അതുപോലെ തന്നെ ആന്റണി നേതൃത്വം നൽകുന്ന കോൺഗ്രസും. എന്നാൽ 81 ഒക്ടോബർ ആയപ്പോഴേക്ക് അവർ വ്യത്യസ്തമായ കാരണങ്ങളാൽ ആ മുന്നണി വിട്ടുപോയി. അവർ UDF ചേർന്ന് അവർ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിലൊരു പാർട്ടി ആ UDF നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് LDF സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവരുടെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ടാണ് എങ്ങനെ അവരുമായി സഹകരിക്കണം എന്ന് LDF കൂടി ആലോചിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഒരു പാർട്ടിയുടെ നിലപാട് വലതുപക്ഷമോ ഇടതുപക്ഷമോ എന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മിനിമം പരിപാടി അംഗീകരിക്കുന്നവർക്ക് അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് മാത്രമേ ഈ മുന്നണിയിൽ നിൽക്കാൻ കഴിയൂ. ആ നയം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള പരിപാടിയാണ്. ആ പരിപാടി അംഗീകരിച്ചാലേ ഈ മുന്നണിക്കകത്ത് നിൽക്കാൻ പറ്റും. ഒരു ചോദ്യം മിഥുൻ അമ്പല്ലൂർ ചോദിച്ചിരിക്കുന്ന പൊതുവിദ്യാഭ്യാസം കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും വിദ്യാസമ്പന്നരായാൽ സംഘപരിവാർ പോലെയുള്ള ശക്തികൾ നിലം പതിക്കുമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസവും അവരുടെ നിലപാടുകളെയും വിദ്യാഭ്യാസം സംഘപരിവാറിൻ്റെ രീതിയിലേക്ക് അവർ പരിവർത്തനം ചെയ്യാനാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിരിക്കുന്നത്. അതുൾപ്പെടെ ആ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരത്തെ ഇടത്തേക്ക് നയിക്കാതെ നമ്മൾ വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് മാത്രം സംഘപരിവാർ ഇല്ലാതാകുമോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ ആ ആശയത്തിന് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഇല്ലാതാക്കാൻ ഒരു മൂവ്മെൻറ്റിന് കഴിഞ്ഞു എങ്കിൽ മാത്രമേ പറ്റൂ. അതിന് നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വർധനവ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 4.5 വർഷക്കാലം കൊണ്ട് 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അത് ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ള ഒന്നാണ്. മറ്റൊരു സിജു എൻ കാരാണങ്കോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അതുപോലെ RSS കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസിന് വിശുദ്ധരാണ് RSS എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയുന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഒരു നിലപാട് അതിനകത്ത്? കോൺഗ്രസും RSSും ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ള രീതിയിലുള്ള കമന്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഒരു ജനാധിപത്യ കക്ഷിയാണ്, RSS അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു മതനിരപേക്ഷ നിലപാടാണ് പൊതുവിൽ അംഗീകരിക്കുന്നത്. RSS ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന സംഘടനയാണ്. അത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇവരെല്ലാം തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നതാണ് രാഷ്ട്രീയത്തിലെ പ്രത്യേകത. മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, മനോരമ അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, പോലെയുള്ള മാധ്യമങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളാണ് കുറെ ദിവസങ്ങളായി നടത്തുന്നത്. ജനങ്ങൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയുമെന്നാണ് ജനങ്ങളിലേക്ക് അവർ ചോദിച്ച ചോദ്യം ഇതാണ്. ജനങ്ങളിലേക്ക് ശരിയായ ആശയങ്ങൾ, നമ്മുടെ ശരിയായ കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ്. കേരളത്തിന്റെ പ്രത്യേകത അവരുടെ ഉയർന്ന രാഷ്ട്രീയ ബോധമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തു പറഞ്ഞാലും ആ മാധ്യമങ്ങൾ പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ നടപടികൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് ഒരു തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്. ആ വിവേചന ശക്തി ഉപയോഗിച്ച് രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനെ അവർ വിലയിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അല്ലെങ്കിൽ എന്ത് മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയാണ് ഇടതുപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സാധാരണ അതിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും താഴെ തട്ടിലുള്ള ജനാധിപത്യവൽക്കരണത്തിൻ്റെയും പ്രശ്നങ്ങളാണ് നമ്മൾ ഉയർത്തുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ
നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളാണ് ഓരോ പഞ്ചായത്തുകളുടെയും ഓരോ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പ്രത്യേക സാഹചര്യത്തിൽ ഓരോ ആ സാഹചര്യങ്ങളിലാണ് അവിടുത്തെ വികസന പദ്ധതികൾക്ക് നമ്മൾ രൂപം കൊടുക്കുന്നത്. ആ വികസനവും പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികളായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഒരു പരിസ്ഥിതി സൗഹൃദമായി പൊല്യൂഷനില്ലാത്ത ഒരു രാജ്യം ഒരു കാലമുണ്ടാകണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒന്നായിരിക്കും. ഷാഹിദ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഒരു കമന്റാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ഒരു മറുപടിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാണിയെയും മകനെയും ഒരേ കാഴ്ചപ്പാടിൽ കാണേണ്ടതുണ്ടോ? പാർട്ടി ഒന്നാണെങ്കിലും നേതൃത്വം മാറിയില്ലേ? നിലവിൽ ജോസിനെതിരെ ഒരു ആരോപണവും ഇല്ല എന്നൊരു കമന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് എന്തെങ്കിലും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. ഈ വിവാദ പരാമർശങ്ങളുടെ LDF കൺവീനറുടെ കുറച്ച് വിവാദ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വിവാദ പരാമർശം എന്താണെന്ന് ശ്രീ കാനം രാജേന്ദ്രന് ഇതുവരെ വ്യക്തമായിട്ടില്ല, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദമായ അറിവില്ല. അതുകൊണ്ട് തന്നെ ആ കമന്റിന് മറുപടി നൽകാൻ നമുക്കിപ്പോൾ സാധിക്കില്ല. നിങ്ങൾ രാഷ്ട്രീയപരമായ പൊളിറ്റിക്കലി ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു മറുപടി തരാവുന്നതാണ്. അനിൽ ശ്രീ ചോദിച്ചിരിക്കുന്നു, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടത് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയും അത് നടപ്പാക്കുന്നതിൽ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിലും അതിൻ്റെ നയ പ്രഖ്യാപനങ്ങളിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് പ്രകൃതിയും മനുഷ്യനുമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും മനുഷ്യൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും അല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പാവപ്പെട്ടവർക്ക് മനുഷ്യന് ഒരു പക്ഷപാതം അതിൻ്റെ നിലപാടുകളിൽ ഉണ്ടാകും എന്ന് പറയുന്നത്. രമിത്ത് പയ്യന്നൂർ ചോദിച്ചിരിക്കുന്നു, വികസനം എന്ന പേരിൽ പ്രകൃതി വിരുദ്ധവും സുസ്ഥിരമല്ലാത്തതുമായ വികല പദ്ധതികളല്ലേ നിലമ്പൂർ വയനാട് തുരങ്കപാതയും അതുപോലെ ഹൈസ്പീഡ് റെയിൽ ലൈനും വിഴിഞ്ഞം പോർട്ടും? CPIയുടെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം പദ്ധതികളൊക്കെ അതിൻ്റെ പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടി മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. രാജ്യത്ത് നിലവിലുള്ള പരിസ്ഥിതി നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങളുടെ അംഗീകാരമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സാധ്യതയില്ല. അപ്പോൾ അത് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇത് നടപ്പിലാവൂ. നമ്മൾ സുസ്ഥിര വികസനത്തിലാണ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. മറ്റൊരു ചോദ്യം ശേഖരൻ ചോദിച്ചിരിക്കുന്നത് അതാണ്, LDF സർക്കാരിനെതിരെ കോൺഗ്രസും BJPയും വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തിവരുന്ന സമരങ്ങൾക്കെതിരെ ഇടതുമുന്നണി ശക്തമായി രംഗത്ത് വന്നില്ല എന്ന ഒരു ആക്ഷേപമുണ്ട്. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രതിപക്ഷത്തിൻ്റെ അക്രമ സമരങ്ങൾക്കെതിരെ കഴിഞ്ഞ 29-ാം തീയതി തലസ്ഥാനത്തും മറ്റു 13 ജില്ലാ കേന്ദ്രങ്ങളിലും പരിപാടികൾ നടത്തുകയുണ്ടായി. അതിനുശേഷം അത് തുടർന്ന് ഗ്രാമതലത്തിൽ വരെ നടത്താൻ തീരുമാനിക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ വളരെ മോശമാകുന്നതും 144 പ്രഖ്യാപിക്കുന്നതും. അപ്പോൾ 144 പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു സമരം നടത്തുക അസാധ്യമാണ്. അതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ മാനിക്കാൻ എല്ലാവരും ബാധ്യതസ്ഥരാണ് എന്നതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സമരത്തിന് ദുർബലത ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. ഒരു ചോദ്യം വന്നിരിക്കുന്നതാണ്, പോപ്പിന്റെ നിലപാടുകൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നു, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ ഒരു ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കും അതുപോലെ തന്നെ മുതലാളിത്ത വികസനത്തിനും എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആയുധങ്ങളാണ്. അത് ഇപ്പോൾ ഈ പറയുന്ന മതവിഭാഗത്തിന് ഇടയിൽ വളരെ വലിയ ചിന്തകൾ വളർത്താൻ സഹായകരമായിട്ടുണ്ട്. പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾ അവർ പലരും മാറ്റിക്കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയത്
മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളാണ് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാം. അഴിമതി ഒരു ചോദ്യം ഷഹീദ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, അഴിമതി നിറഞ്ഞ ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രി കുടപിടിക്കുകയല്ലേ ചെയ്തത്, നമുക്ക് വ്യക്തമായ നിലപാടുകളുണ്ടെങ്കിൽ അത് ആർജവത്തോടെ അവതരിപ്പിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരെ എന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് CPI. അതുപോലെ അതേസമയം പല കാര്യങ്ങളിലും ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ നടപടികളും അഴിമതിയാണ് എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിക്കൂടാ. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നതാണ് ഒരു ഭരണ സംവിധാനത്തിന് കരണീയമായിട്ട് ഉള്ളത്. ഒരു അബിൽ കാസിം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, കഴിഞ്ഞ 4.5 വർഷത്തെ ഭരണം സംതൃപ്തി ഉള്ളതാണോ? ജനാധിപത്യ വിശ്വാസികളോട് ഈ ഭരണത്തെക്കുറിച്ച് മൊത്തത്തിൽ എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ 4.5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ വർഷവും ഒരു പ്രകൃതിക്ഷോഭമോ അതുമായി ഉള്ള ദുരന്തങ്ങളോ ഉണ്ടാകാറുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ സഹായം നൽകുന്നില്ല, പിന്തുണ നൽകുന്നില്ല. എങ്കിലും സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ആവശ്യമായ വിഭവസമാഹരണം നടത്തി ഈ ദുരന്ത കാലഘട്ടത്തിലും സംസ്ഥാനത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 4 വർഷക്കാലത്ത് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞ ഇനങ്ങൾ പരിപൂർണമായി നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഉള്ളത്. ഒരു മുബാറക് ഒരു തികച്ചും പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. പാർലമെന്ററി വ്യാമോഹം ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിന് കാരണമായിട്ടില്ലേ? ഇത് CPIയിലും പ്രകടനമല്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെൻറ്റും നിയമസഭകൾക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട്. ആ ജനാധിപത്യ സംവിധാനത്തിൽ അതേപോലെ തന്നെ ബഹുജന സമരങ്ങളുടെ പ്രാധാന്യവും ഉണ്ട്. ഈ 2 രീതികളും സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിയമസഭയിലും പാർലമെൻറ്റിലും പ്രാതിനിധ്യം വേണം. അതുപോലെ അതുകൊണ്ട് മാത്രം വ്യവസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുകയില്ല. ബഹുജന സമരങ്ങളും ശക്തമായി നടത്തണം എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ സമീപനം. ഈ നമ്മുടെ കമന്റ് ബോക്സിൽ നിരവധി കമന്റുകളാണ് ഒരു വിഷയത്തെക്കുറിച്ച് നിരവധി കമന്റുകൾ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ചാനലുകളിലും മറ്റും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കാര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല അതിന് എത്രത്തോളം മറുപടി പറയാൻ സാധിക്കും, അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് കൊടുക്കാൻ സാധിക്കുമെന്ന്. അത് വിശദമായി അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ അത്തരം കമന്റുകൾക്ക് മറുപടി നൽകാൻ സാധിക്കൂ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രേക്ഷകരുമായി പറയുകയാണ്. മറ്റൊരു പ്രധാന ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്, അധികാരം മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ചില നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട് എന്താണ് CPIയുടെ നിലപാടെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇല്ല, അതൊരു അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അത് ചില മാധ്യമ വാർത്തകളാണ്. ആ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനോട് ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ട സന്ദർഭമല്ല ഇത്. ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിനുള്ള മറുപടി ഇപ്പോൾ തരാൻ സാധിക്കുമോ എന്നറിയില്ലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അച്യുതമേനോൻ തുടങ്ങിയ പാരലൽ കോളേജുകൾക്ക് മരണമണി മുഴക്കിയിട്ട് സ്വാശ്രയ കോളേജിന് അനുകൂലമായ തരത്തിൽ ഉള്ള SN യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എടുത്ത മന്ത്രിസഭാ തീരുമാനം പുനഃപരിശോധിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ്. ആരെങ്കിലും ആശങ്കയാണ് വന്നിരിക്കുന്നത്. അത് അങ്ങനെ പറയാറായിട്ടില്ല. അങ്ങനെ നമുക്ക് പറയാനും പറ്റുകയില്ല. അതിപ്പോൾ കോടതിയിലൊക്കെ ആ കേസ് പോയിട്ടുണ്ട്. അത് വരട്ടെ, അന്നേരം എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നതാണ്, മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കാൻ സെക്രട്ടറി ഇടപെടുമോ? കുടപ്പനക്കുന്നിൽ നിന്നൊരു DLF ചോദിച്ചിരിക്കുന്നു. എന്താണ് അതിനുള്ള മറുപടി? നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും അത് അങ്ങനെ താങ്കളുടെ എന്തെങ്കിലും അങ്ങനെ ശ്രീ അരുൺകുമാറിനോട് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ദയവായി അതൊരു അപേക്ഷയായി തരിക, അത് പരിഗണിക്കുന്നതാണ്.
ഇപ്പോൾ നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം എന്ന പ്രചാരണത്തെപ്പറ്റി വിശദീകരിക്കാം, അതുപോലെ ചരിത്രം വളച്ചൊടിക്കുകയല്ലേ എന്ന് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയതാണ്. നമ്മുടെ ലൈവിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു മറുപടി തന്നതാണ്. ഈ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ശ്രീ കാനം രാജേന്ദ്രൻ നമുക്ക് നൽകിയ മറുപടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് പേര് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 200ഓളം കമന്റുകൾ വന്ന് അധികവും അഭിവാദ്യങ്ങളാണ് വന്നിരിക്കുന്നതിനകത്ത്. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നതാണ്, അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടികളും LDF നയപരിപാടികൾ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടെ കൂടുന്നത് അഴിമതി വിരുദ്ധ നിലപാടിൽ വെള്ളം ചേർക്കുന്നു എന്നുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാകില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. ആ പരിപാടിയുമായി സഹകരിക്കുക എന്ന് പറയുമ്പോൾ അഴിമതി ചെയ്യാനല്ല, ജനക്ഷേമകരമായ നടപടി സ്വീകരിക്കാനാണ്. അത് ജാഗ്രതയോടുകൂടി ജനങ്ങൾ അതിനെ നോക്കിക്കാണും എന്നതുകൊണ്ട് തന്നെ അത് ഒരു ഉറപ്പായിട്ടാണ് LDF കരുതുന്നത്. ഒരു ചോദ്യം വന്നിരിക്കുന്നതാണ്, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം പരിശോധിക്കേണ്ട എന്ന ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനോട് എന്താണ് അഭിപ്രായം? അദ്ദേഹം എനിക്കൊന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. എനിക്കറിയില്ല, അങ്ങനെ ഒരു ഉത്തരവിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതിൽ ചില കമന്റുകളിൽ തന്നെ അത്യാവശ്യം നിങ്ങളുടെ സഭ്യത വിട്ടിട്ടുള്ള ചില കമന്റുകൾ എനിക്കിവിടെ ശ്രദ്ധയിൽപ്പെടുന്നു. ദയവേത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു സംവാദ പരിപാടിയാണ്. ഈ സംവാദ പരിപാടിയിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സഭ്യമായ രീതിയിലുള്ള ചില കമന്റുകൾ തന്നാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ എല്ലാ പൊളിറ്റിക്കൽ ചോദ്യങ്ങൾക്കും ഞങ്ങൾ കൃത്യമായ ഉത്തരം ശ്രീ കാനം രാജേന്ദ്രനിൽ നിന്ന് തരുന്നുണ്ട്. കേരള ഗവൺമെന്റ് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിൽ വെറിപൂണ്ട പ്രതിപക്ഷ കക്ഷികളുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ജാഗ്രതയോടെ നീങ്ങിയിരുന്നുവെങ്കിൽ ഇവയെല്ലാം തുടക്കത്തിൽ തന്നെ മുനയടിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അനിൽ ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒത്തിരി ഈഫുകൾക്കും ബട്ടുകൾക്കും വലിയ സ്ഥാനമില്ല. അത് ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ പാളിച്ചകളോ അല്ലെങ്കിൽ ചെറിയ ജാഗ്രത കുറവോ ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അത് LDF ആ നടപടി സ്വീകരിക്കും. ഒരു ജോബി എന്ന് പറഞ്ഞ ഒരു ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, CPIയുടെ പാർട്ടിയുടെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താറുണ്ടോ, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങളിങ്ങനെ പാർട്ടി എക്സിക്യൂട്ടീവ് കൂടുന്ന സന്ദർഭത്തിൽ ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താറുണ്ട്. ഞങ്ങളുടെ 4 മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധമുള്ള വകുപ്പുകളാണ്. അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ മന്ത്രിമാർ അവരുടെ കഴിവിനനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പൊതുവായ വിലയിരുത്തൽ. ബാലു ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലൈഫ് മിഷനിൽ CPIയുടെ അഭിപ്രായം അല്ലെങ്കിൽ ലൈഫ് മിഷൻ കാര്യത്തിൽ CPIയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ 2.5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുകൾ നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ 3ാം ഘട്ടത്തിലെന്തോ 4.5 ലക്ഷത്തോളം ആളുകൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമിയും വീടും നൽകണം എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നതാണ് ലൈഫ് മിഷൻ. അതിന് എല്ലാ പിന്തുണയും CPIയുടെ ഉണ്ട്. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്, വർഗീയ ഫാസിസ്റ്റ് നയങ്ങളെ എതിർക്കാൻ P. കൃഷ്ണപിള്ള അനുവർത്തിച്ച ഗ്രാമങ്ങളിൽ സംഘടന കെട്ടിപ്പടുക്കുന്ന നയം കേരളത്തിന് പുറത്ത് നടക്കുമോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതൊക്കെ വളരെ ഗ്രാമങ്ങളിലാണ് എല്ലായിടത്തും ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. കേരളത്തിലും അതെ, മറ്റു സ്ഥലങ്ങളിലും അതെ. എത്രമാത്രം എന്നുള്ളത് ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് ഇരിക്കും. മുജീബ് ചോദിച്ചിരിക്കുന്ന ഇതാണ്, കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണം സാധ്യമാണോ? ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കാൻ കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണം ആവശ്യമല്ലേ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അല്ല, അത് പുനരേകീകരണം എന്ന് പറയുന്നത് ഒരു ദീർഘകാല സ്വപ്നമാണ്.
മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇടത് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാര വികേന്ദ്രീകരണത്തിൽ നിന്ന് അധികാര കേന്ദ്രീകരണത്തിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ആശങ്കയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിന് വലിയ കാര്യമില്ല. അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പിലാക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേന്ദ്രീകരണത്തിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. സഖാവ് എൻ വേലപ്പൻ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മയിൽ എന്താണ് വരുന്നതെന്ന് മുബാറക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും? എൻ വേലപ്പൻ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. AYF-ന്റെ ഭാരവാഹി എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകും സഖാവ് എൻ വേലപ്പൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ധർമ്മപാലൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഭരണവും സമരവും എന്ന ഇടതു നയത്തിൽ നിന്നും കുറെ കാലമായി വ്യതിചലിച്ച് കാണുന്നു. അത് കാരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കാതെ പോകുന്നു, പാർട്ടിക്ക് മേൽക്കൈ ഇല്ലാതെ പോകുന്നു എന്നൊരു ആശങ്ക അദ്ദേഹം പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ധാരണകൾ മാത്രമാണ്. അങ്ങനെ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു ഷാഹിദ് ചോദിച്ചിരിക്കുന്ന ഇതാണ്: ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മഹാസഖ്യത്തിൽ ചേരുമ്പോൾ CPI-യുടെ നില എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. CPI 6 സീറ്റിലും 2 MLC സീറ്റിലുമാണ് അവിടെ മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിനാകെ 29 സീറ്റുകൾ മഹാസഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. മഹാസഖ്യം ബീഹാറിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ വൻപിച്ച വിജയം നേടും എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് അഭിവാദ്യങ്ങൾ വന്നിട്ടുണ്ട്. സഖാവ് ഞങ്ങളുടെ ഗാനം, ഞങ്ങളുടെ നേതാവ് സഖാവിന് ഒരുപാട് അഭിവാദ്യങ്ങൾ, ഒരുപാട് ലോക്കൽ കമ്മിറ്റികളുടെ അതുപോലെ ബ്രാഞ്ച് കമ്മിറ്റികളുടെ ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിവാദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്: സഖാവെ കാഞ്ഞിരപ്പള്ളി സീറ്റ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, അതിനെക്കുറിച്ച് CPI-യുടെ നിലപാട് എനിക്ക് തോന്നുന്നില്ല. അത് ഒന്ന് അതിപ്പോൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. LDF-ന്റെ തീയതി പോലും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. പത്രങ്ങളിലൊക്കെ ചില സീറ്റുകളെക്കുറിച്ചൊക്കെ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ചർച്ചയും LDF-ഉം നടത്തിയിട്ടില്ല. ജോസ് കെ മാണിയുമായിട്ടും അത്തരം ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, വരാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പറയും ഉപാധിരഹിതമായിട്ടാണ് LDF-ഉമായി സഹകരിക്കാൻ തയ്യാറായത് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ചർച്ചയിലോ നമ്മുടെ ആലോചനയിലോ വരാത്ത കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സൗമ്യ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്: കേരള രാഷ്ട്രീയത്തിൽ BJP-യുടെ സാന്നിധ്യത്തെ, ഇപ്പോഴത്തെ ആ ഒരു അവരുടെ നിലപാടുകളെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന്. BJP അവരുടെ എല്ലാ കഴിവുകളും വിനിയോഗിക്കുന്നുണ്ട്. അത് ഏത് ചെറിയ കാര്യവും ഒരു ഹിന്ദു വിരുദ്ധമെന്ന് സ്ഥാപിക്കാനും അതേപോലെ ന്യൂനപക്ഷ പ്രീണനം എന്ന് സ്ഥാപിക്കാനും അതുവഴി ഹിന്ദു ജനസാമാന്യത്തിൻ്റെ പിന്തുണ ആർജിക്കാനും അവർ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശബരിമല സമരം. ഇങ്ങനെ എല്ലാ ശ്രമങ്ങൾ നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കും എന്നുള്ളതുകൊണ്ട് BJP-യുടെ സ്ഥാനം അത്ര പെട്ടെന്ന് ഇവിടെ കേരളത്തിൽ ഉയരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: മുഹമ്മദ് അലി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സമകാലിക സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. CPI സെക്രട്ടറിയിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചാനലുകാർ. എല്ലാ ദിവസവും അവർ എന്തെങ്കിലുമൊക്കെയാണ് ചാനലിലൂടെ ഇരുന്ന് പറയുന്നത്. CPI അത് ചെയ്തു, CPI ഇത് ചെയ്യുന്നു. പക്ഷേ LDF ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ചാനലുകളുടെ നിലപാടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിച്ചത്. അതൊക്കെ ഇല്ല, വാർത്തകൾ മത്സരിച്ച് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ അവരെല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നു. അതിന് റേറ്റിംഗ് നിശ്ചയിക്കുന്ന ഏജൻസികളിൽ മാനിപ്പുലേഷൻ നടത്തുന്നു. ഇതൊക്കെ നമ്മളിപ്പോൾ
കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ മത്സരാധിഷ്ഠിതമായ ഒരു കമ്പോളത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പലതുമുണ്ട്, നമ്മൾ ആലോചിക്കാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ സാധാരണയായിട്ടുള്ളൊരു കാര്യം എന്നുള്ള നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. മറ്റൊരു ചോദ്യം, ഇതിൽ കുറേ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. നമുക്ക് നമ്മുടെ സമയം, പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്, നമുക്കിനി ഒരു 10 മിനിറ്റ് സമയം കൂടെ ബാക്കിയുള്ളൂ. നമ്മുടെ സമയം ഏതാണ്ട് തീരുകയാണ്. അതുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ, ഏതാണ്ട് 300ഓളം കമന്റുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. എല്ലാ കമന്റുകളും വായിക്കാനുള്ള ഒരു സമയപരിമിതി നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ലിമിറ്റ് ചെയ്യുകയാണ് ഇനി. മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്: കേന്ദ്രത്തിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളത്തിലെ CPI നിലപാട് എന്താണെന്ന് ഒരു ചോദ്യം. ദേശീയ തലത്തിൽ തന്നെ CPIയും CPIയുടെ കർഷക സംഘടനകളും മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ കർഷക സംഘടനകളും ഇതിനെതിരെ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് കോർപ്പറേറ്റ് കൃഷി എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിയമത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് ശക്തമായ എതിർപ്പ് അവർ രേഖപ്പെടുത്തുകയുണ്ടായി. അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെല്ലാം എല്ലാ പിന്തുണയും CPIയുടെ ഭാഗത്തുണ്ട്. ഈ നിയമങ്ങൾ പിൻവലിക്കണം എന്ന ആവശ്യമാണ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്നത്. അതിനോടൊപ്പമാണ് CPI. ഇന്ന് ലോക ഭക്ഷ്യദിനമാണ്. അപ്പം ഭക്ഷ്യദിനത്തെ കുറിച്ച് നമ്മളുടെ CPIയുടെ വകുപ്പ് കൂടിയാണ് ഭക്ഷ്യവകുപ്പ്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. കേന്ദ്രം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഇല്ലാതായി എങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഫലപ്രദമായ നടപടികളാണ്, പൊതുവിതരണം ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഈ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് CPIയുടെ മന്ത്രിയായിട്ടുള്ള LDFൻ്റെ മന്ത്രി സഖാവ് തിലോത്തമനാണ്. ലോക ഭക്ഷ്യദിനത്തിൽ ആ സാധാരണക്കാരായ ജനങ്ങളുടെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുകയാണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാ ചോദ്യങ്ങളും നമുക്ക് അതിനുള്ള മറുപടി തരാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം അത്തരം ചില കമന്റുകൾ ഞാൻ ക്ഷമിക്കണം, പ്രേക്ഷകർ ക്ഷമിക്കുക, എനിക്കത് ആ ചോദ്യങ്ങൾ എനിക്കിവിടെ ഉന്നയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചോദ്യം രാജേന്ദ്രൻ ചോദിച്ചു: റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് കുറഞ്ഞത് 20 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. ഇതിൽ ഇടപെട്ട് അവർക്കുള്ള നീതി ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുമോ എന്നാണ് ചോദിച്ചത്. അതല്ല, അവരുടെ സംഘടന ടേക്കപ്പ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചെയ്താൽ നിശ്ചയമായിട്ടും ന്യായമായ കാര്യങ്ങൾക്ക് നമ്മുടെയൊക്കെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ഒരു ചോദ്യം: കനയ്യകുമാറിനെ പോലെ മിടുക്കരായ ചെറുപ്പക്കാർ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ചെറുപ്പക്കാരെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലും ചെറുപ്പക്കാരായ ധാരാളം നേതാക്കന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. കനയ്യകുമാർ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. അങ്ങനെ അദ്ദേഹം ഇന്ന് ബീഹാർ തിരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനറായി പാറ്റ്നയിൽ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് രീതി തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനൊക്കെ ആദ്യമായി സ്വീകരിച്ച പാർട്ടി CPI ആണ്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനു ചോദിച്ച ആ ചോദ്യത്തിനും കൂടെ എനിക്ക് തോന്നുന്നു സഖാവ് മറുപടി പറഞ്ഞെന്ന് തോന്നുന്നു. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുമോ, 2 തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കുമോ, എന്താണ് CPIയുടെ നിലപാടെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിനീതിന് കിട്ടി എന്ന് വിചാരിക്കുന്നു. നിരവധി ചോദ്യങ്ങളാണ്. ഇനി ഈ സമയപരിമിതി മൂലം ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമ്മൾ ഈ ചർച്ച അല്ലെങ്കിൽ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോലീബി സഖ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ബിബു ചോദിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ സാധാരണയായിട്ട് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇത്തരം പല സഖ്യങ്ങളും വരാറുണ്ട്. ആ സഖ്യങ്ങളെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുന്നവർക്കെല്ലാം അറിയാം. ഇപ്പോൾ തന്നെ ഈ പറയുന്ന UDFന് പുറത്ത്
മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമാകുകയില്ല. അതിനുള്ള നടപടികൾ ഇതൊക്കെ കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. ഈ പുതിയ സഖ്യങ്ങളൊന്നും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഉപയോഗിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൽ വന്ന കമന്റുകളും എല്ലാം. സഖാവ് കാനം എല്ലാ സാധാരണക്കാരുടെ സംശയങ്ങൾക്കും അല്ലെങ്കിൽ അവരോട് സംവദിക്കുകയും ചെയ്യുന്ന സഖാവ് കാനം രാജേന്ദ്രന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൽ കമന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു 400ഓളം കമന്റുകൾ വന്നിട്ടുള്ള കമന്റുകളിൽ ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജനേകം ഓൺലൈനിന്റെ ഈ ഒരു തത്സമയ സംവാദ പരിപാടിയിൽ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇത്രയും പേർക്ക് ഇത്രയും കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്ത ശ്രീ കാനം രാജേന്ദ്രന് ജനേകം ഓൺലൈനിന്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഇതുപോലെ നിരവധി കാര്യങ്ങൾ, നിരവധി നേതാക്കന്മാർ LDFന്റെ CPIയുടെ നേതാക്കന്മാർ നമ്മളോട് സംവദിക്കാൻ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ചില വ്യാജ സമരങ്ങൾക്കെതിരെയും അതുപോലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് വരേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.